ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഒരു അടിപൊളി കുക്കർ ചിക്കനുമായിട്ടാട്ടോ വന്നത്. ഒരു കുക്കർ ചിക്കൻ എന്ന് പറയുമ്പോൾ ഒരു ഫുൾ ചിക്കൻ റോസ്റ്റ്. അത് കുക്കറിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഒരു 15-20 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാവുന്ന റെസിപ്പിയാണ്. നല്ല കിഡു ടേസ്റ്റാണ് കേട്ടോ. പത്തിരി ഇതിനൊക്കെ കൂടെ കഴിക്കാൻ, പത്തിരിയും ചോറിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ നമ്മളെ കുക്കർ ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. നമ്മുടെ കുക്കർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 1 കിലോ ഉള്ള ഒരു ചിക്കനാട്ടോ എടുത്തത്. ചിക്കൻ എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് വരങ്ങി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനത് കുറച്ച് ഉപ്പും ചെറുനാരങ്ങയും ഒഴിച്ചിട്ട് ഫസ്റ്റ് ഒരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതാ ആവശ്യത്തിന് ഒരു ചിക്കന്, ഒരു കോഴിക്ക് 1 കിലോ കോഴിയുള്ളത്, അതിനാവശ്യമായ ഉപ്പ് പുരട്ടി കൊടുക്കുക. ഇത് ചെറിയ ചിക്കനാട്ടോ ഏറ്റവും നല്ലത്. ഇതിപ്പോൾ 1 കിലോയേ ഉള്ളൂ. പിന്നെ ക്ലീനൊക്കെ ആക്കി സ്കിന്നൊക്കെ കളഞ്ഞൊക്കെ ആകുമ്പോഴേക്കും അതിലും കുറയാൽ മതി. അതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ. ഫുള്ള് ചെയ്യുന്ന ഏത് റെസിപ്പി ചെയ്യുമ്പോൾ ഫുൾ ചിക്കൻ ഉപയോഗിച്ച് ചെയ്യുന്നതിന് ചെറിയ ചിക്കനാണ് നല്ലത്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീരാണ്. അതൊന്ന് ഉപ്പിൻ്റെ കൂടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കുക. ഇനി ഇതൊരു 10 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മസാലകൾ പുരട്ടി കൊടുക്കാം. ഇപ്പോൾ ഇനി ഇതാ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയാണ്. അതിൻ്റെ ഞാൻ നന്നായി വരങ്ങി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആക്കി കൊടുക്കുകയാണ്. മസാലപ്പൊടികളൊക്കെ എടുത്തിട്ടുണ്ട്, അതിൻ്റെ മേലേക്ക് പുരട്ടി കൊടുക്കണം. അത് 1 ടേബിൾ സ്പൂണ് നമ്മളെ സാദാ മുളക് പൊടി. അതുപോലെ തന്നെ ഞാനൊരു 3/4 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം നന്നായി ഇതിൻ്റെ മേലേക്ക്, ചിക്കൻ്റെ മേലേക്ക് ഞാൻ തേച്ച് കൊടുക്കുകയാണ്. ഞാൻ നന്നായി എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം ഉണ്ടാവരുത് ചിക്കനിൽ, കോഴിയിൽ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ മസാല ഇല്ല മുകളിലേക്ക് പിടിക്കൂല. ഓക്കെ, ഇനി നമ്മൾ സാധാ ചിക്കനൊക്കെ നിറച്ചിട്ട് പൊരിക്കല്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഉള്ളി മുട്ടയൊക്കെ, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. അതുപോലെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാനൊരു നൂലെടുത്തിട്ട് ഇങ്ങനെ 2 കാല് വെച്ച് ഇവിടെ കെട്ടി കൊടുക്കണ്ടേ. എന്താ നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുമ്പോൾ ഇത് അങ്ങ് മലർന്നു പോകും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണേ കണ്ടോ. അപ്പം നല്ലോണം അങ്ങ് കൂടി കിട്ടും. ഇപ്പം നിങ്ങൾക്ക് നൂലുകൊണ്ട് കെട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്താന്ന് അറിയുന്ന, ഇത് രണ്ടിങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഒരു ഇറക്കിൽ വെച്ചിട്ട് ഇവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തി കൊടുത്താലും മതി. ഇങ്ങനെ അപ്പോൾ ഇത് അങ്ങനെ നിന്നോളും. ഓക്കെ, 2 സൈഡിലും ഒന്നൊന്ന് കുത്തി കൊടുത്താൽ അവിടെ നിന്നോളും. ഇനി ഇത് മിനിമം 2 മണിക്കൂർ വെക്കണേ. മസാല തേച്ച് 4 മണിക്കൂറോ നിങ്ങൾ ഒരു 5-8 മണിക്കൂറോ അല്ലെങ്കിൽ രാത്രി ഫുള്ളോ അങ്ങനെ വെക്കുന്നതിനും കുഴപ്പമില്ല. അപ്പോൾ വെക്കുന്നതിനനുസരിച്ച് ടേസ്റ്റും സോഫ്റ്റ്നെസ്സും ഒക്കെ കൂടുള്ളൂ കേട്ടോ. ഓക്കെ, ഞാനിത് ഒരു കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കട്ടെ. ഇപ്പോൾ ഒരു 2 മണിക്കൂർ 2-2.5 മണിക്കൂറായി. അത് കഴിഞ്ഞ് ഞാനൊരു കുക്കർ ഇതാ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലൊരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണ വേണമെന്ന് ഒരു നിർബന്ധമില്ല. സൺഫ്ലവർ ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ നാടൻ രീതിയിലായതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചു തന്നേടൂ കേട്ടോ. അപ്പോൾ അതാ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ മസാല പുരട്ടിയടിച്ച ചിക്കനില്ലേ, ആ ചിക്കന് ഇതിലേക്ക് വെച്ചെടുക്കുകയാണേ. ഇനിതാ ഞാൻ കുക്കർ അടയ്ക്കാൻ പോവുകയാണ്. ഇനി ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വെക്കുക. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയോ, ഈ കുക്കറിൻ്റെ ഉള്ളിലേക്ക് പ്രഷറൊക്കെ ഏകദേശം നിറയും. ഒരു 2 മിനിറ്റ് വെക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ അതാ 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തീ നന്നായി കുറച്ചു കേട്ടോ. ഇനി ഒരു 15 മിനിറ്റ് 15 to 20 മിനിറ്റ് വരെയാണ് ടൈം. അത് നമുക്ക് ഏറ്റവും കുറഞ്ഞ തീയിലായി എടുക്കണേ. ചിലപ്പോൾ ഇടയ്ക്ക് ചില കുക്കറിനൊക്കെ വിസിൽ വരും ഇതിൻ്റെ പ്രഷർ നിൽക്കുന്നതിനനുസരിച്ച്. അങ്ങനെ ഒന്നും വന്നാൽ കുഴപ്പമൊന്നുമില്ല.
നമ്മളെ ചിക്കൻ ഒരു 15 മിനിറ്റ് കൊണ്ട് വെന്തോളൂ കേട്ടോ. അപ്പോൾ ഒരു 1.5 കിലോ ഒക്കെ ഉണ്ടെങ്കിൽ 20-25 മിനിറ്റ് എടുക്കും. അത് ചിക്കൻ്റെ വെയിറ്റിനനുസരിച്ച് നിങ്ങൾ മാറ്റിയാൽ മതി. ഓക്കെ, ഇതാ 15 മിനിറ്റ് കഴിഞ്ഞ് തീ ഓഫ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലുള്ള പ്രഷറൊക്കെ പോയി നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ഇതാ നന്നായി വെന്തുണ്ട് കേട്ടോ അത്. പിന്നെ ഈ ഓയിലിലേക്ക്, നമ്മളെ വെളിച്ചെണ്ണയിലേക്ക് ഈ വെള്ളമല്ലേ, ചിക്കനിലെ വെള്ളവും ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാന്നറിയോ, തീ ഓൺ ചെയ്തിട്ട് ഇതിലുള്ള വെള്ളം ഒന്ന് വറ്റിച്ചു എടുക്കാം. ഈ ചിക്കൻ ഇപ്പോൾ ഇതാ നല്ലോണം വെന്തുണ്ട്. ഇനി ഒന്ന് ഇപ്പം ഭയങ്കര പുറമൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. ഇനി ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഇതിൽ തന്നെ ഈ വെള്ളം വറ്റിയിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ. ഓക്കെ, ഇതാ ഞാൻ കണ്ടോ എല്ലാ ഭാഗവും മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇതിൽ ഇറങ്ങിയ വെള്ളമൊക്കെ ഇതിൽ തന്നെ വറ്റിച്ച്, അല്ലാണ്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അത് കണ്ടിട്ട് തന്നെ ഇപ്പം എനിക്ക് വായിൽ വെള്ളം വരുന്നത്. സത്യം പറയുകയാണെങ്കിൽ അത്രയും ഈ സ്മെല്ല് വരുന്നുണ്ട് ഇതിൻ്റെ. ഇതിങ്ങനെ തന്നെ കഴിക്കട്ടോ, ചൂടോടെ പത്തിരിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. പൊരിച്ചിട്ടും കണ്ടോ, നമ്മൾ നേരത്തെ ഒഴിച്ച ആ വെളിച്ചെണ്ണ അതേപടി ഉണ്ട്. അത് ഞാൻ കുറച്ച് വലിയൊരു ഫ്രൈ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാന്നറിയാം, ഇത്തിരി ഒരു ഉള്ളിയും ക്യാപ്സിക്കും ഇട്ടിട്ട് ചെറിയൊരു മസാല ഉണ്ടാക്കുകയാണ് ഇതിൻ്റെ മേലെ ഈ ചിക്കൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് ഇതേ വെളിച്ചെണ്ണ തന്നെ എടുത്താൽ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതാ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് സവാള ചെറുതായി മുറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതാ നമ്മുടെ ഉള്ളില്ലേ ഒന്ന് ഏകദേശം നന്നായി വഴന്നുണ്ട് കേട്ടോ. ഞാനൊരു ഇത്തിരി ഉപ്പ്, ഉള്ളി വഴക്കാൻ മാത്രമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്, ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുകയാണേ. തീ കുറച്ച് വെക്കണേ, അല്ലെങ്കിൽ കരിഞ്ഞു. നിങ്ങൾക്ക് ഇനി വേണമെങ്കിലല്ലേ ഇതിലേക്ക് 1 ടീസ്പൂണോ 1/2 ടീസ്പൂണോ പെപ്പർ, കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കട്ടോ. നമ്മൾ ഈ മസാലയിലേക്ക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മസാല ചേർക്കാം. ഞാൻ ഇതിലേക്ക് ഇതാ ഒരു പകുതി ക്യാപ്സിക്കം, അത്യാവശ്യം വലിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇത്രയുണ്ട്. അതേപോലെ ഒരു തക്കാളി, തക്കാളി ഞാൻ കുരു കളഞ്ഞുണ്ട് കേട്ടോ. അത് രണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളിയും ക്യാപ്സിക്കും, നമ്മുടെ ക്യാപ്സിക്കവും തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് ചില്ലി സോസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാ ഇനി ഞാൻ ഒരു ഇത്തിരി നമ്മളെ ബിരിയാണി മസാല അല്ലേ, ഗരം മസാല, അതൊരു 1/4 ടീസ്പൂണ് അടിയാണ്. പിന്നെ ഒരു ഇത്തിരി മല്ലിയില, ഒരു നുള്ള. എന്നിട്ട് തീ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ സൈഡിലേക്കൊന്ന് ഈ മസാല ഒന്നാക്കിയിട്ട് നമ്മളെ ചിക്കൻ ഈ സെൻറ്ററിലേക്ക് ഒന്ന് വെച്ചെടുക്കുകയാണേ. എന്നിട്ട് ഈ മസാല കൊണ്ട് നമുക്കൊന്ന് ചിക്കനെ പൊതിഞ്ഞെടുക്കാം. ഈ ചിക്കൻ എടുക്കുമ്പോൾ ഒക്കെ സൂക്ഷിക്കണം, നന്നായി വെന്താണ് പൊട്ടിപ്പോവും കേട്ടോ. ഓക്കെ, നമുക്ക് ഈ മസാല ഇല്ലേ നമ്മളുള്ള അതൊക്കെ ഒന്ന് ഇതിൻ്റെ മേലേക്ക് നല്ല ആക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ ഫുൾ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആട്ടോ. കുക്കർ ചിക്കൻ ഇവിടെ റെഡിയാണ്. വളരെ സിമ്പിളാണ് കണ്ടോ. ഞാൻ എൻ്റെ മേലെ ഇത്തിരി കൂടി മല്ലിയിലൊന്ന് ഇത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്നൊന്നും അറിയില്ല കേട്ടോ. അത്രയും ടേസ്റ്റാണ്. ഇവിടെ ഉണ്ട് ഒരാൾ ഇങ്ങനെ നേരത്തെ പൊടിച്ചൊക്കെ ഇങ്ങനെ തോണ്ടി തിന്നുന്നു. അത്രയും ടേസ്റ്റ് അതിന്. അപ്പം എല്ലാവരും ഉണ്ടാക്കി വെക്കുക. ഇതുപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി. വലിയ ഒരു പാടുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എപ്പോഴും പറയുന്ന പോലെ തന്നെ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ ഓക്കെ, താങ്ക് യു.